ദീപീന്ദർ ഗോയൽ എന്ന് പറയുന്ന ഓൺട്രപ്രണർ തൻ്റെ ജീവിതത്തിൻ്റെ പാതി സമയത്തിലധികം ചെലവഴിച്ചിട്ട് അത്രയും കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത വാർത്ത സ്റ്റാർട്ടപ്പ് ലോകമൊക്കെ ഒരു ഞെട്ടലോട് കൂടിയിട്ട് തന്നെയാണ് നോക്കിക്കണ്ടത്. അതും ഒരു $30 ബില്യൺ കമ്പനിയിൽ നിന്നാണ് അദ്ദേഹം രാജിവെച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത് അൽബീന്ദർ ഡെൻസ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലിങ്കിറ്റിന്റെ ഫൗണ്ടറും ഇതേപോലെ തന്നെ CEO ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇനി എറ്റേണലിന്റെ CEO ആയിരിക്കാം. ഈ ഒരു അൽബീന്ദറിന്റെയും ദീപീന്ദറിന്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ദീപീന്ദർ ഓൾറെഡി 2 തവണ ഇദ്ദേഹത്തെ ഫയർ ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, എന്നാൽ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലോട്ട് ദീപീന്ദർ തന്നെ എത്തുന്നത്. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ സക്സസർ പ്രഖ്യാപിച്ചതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ദീപീന്ദർ ഇതേപോലെ തന്നെ എറ്റേണലിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസിൻ ദിസ് സൈഡ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്റ്റാർട്ടപ്പ് എന്തോസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും ഞെട്ടലോടുകൂടി തന്നെ കേട്ട ഒരു വാർത്തയായിരുന്നു ദീപീന്ദർ എറ്റേണലിന്റെ CEO പോസ്റ്റിൽ നിന്ന് ഒഴിയുകയാണെന്നും അതേപോലെ തന്നെ അൽബീന്ദർ അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണെന്നുള്ള ഒരു വാർത്ത. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് CEO രാജിവെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബോർഡ് മെമ്പേഴ്സ് CEOനെ ഫയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് അത്രത്തോളം ശോകമായിരിക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ബോർഡ് മെമ്പേഴ്സിനും CEOക്കും ഇടയിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് നടന്നിട്ടുള്ളത്. അതായത് എറ്റേണൽ അവരുടെ FY26 Q3 ഫൈനാൻഷ്യൽസും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തപ്പോൾ കമ്പനിയുടെ റവന്യൂ ഏകദേശം 200% ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 16,315 കോടി രൂപയുടെ റവന്യൂ, അതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 102 കോടി രൂപ പ്രോഫിറ്റ് ആണ്. ഒരു 73% ഗ്രോത്ത് ആണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ മാർക്കറ്റ് ക്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എറ്റേണൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. സോ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനി നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് ഉയരുന്നു. അതായത് എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനായിരിക്കും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടാവുക അല്ലേ? സംഭവം വേറൊന്നുമില്ല, ദീപീന്ദർ ഈ ഒരു എറ്റേണൽ കൂടാതെ വേറെയും കുറച്ച് സൈഡ് പ്രൊജക്ട്സിലൊക്കെ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു കമ്പനി ഈ ഒരു സൈഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സൈഡ് പ്രൊജക്ട്സിൽ ആൾ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുന്ന സമയത്ത് ഈ മെയിൻ കമ്പനിയിലുള്ള ഫോക്കസ് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എല്ലാ ക്വാർട്ടറിലും ഇതേപോലെ തന്നെ ബോർഡ് മെമ്പേഴ്സിനായിട്ടുള്ള മീറ്റിംഗ്, ഇടക്കിടക്കുള്ള മീറ്റിംഗ്, അപ്പോൾ പ്രോഫിറ്റബിലിറ്റി അത് ഇത് ഒരുപാടധികം സാധനങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടുതൽ ഫോക്കസ് അതിൽ കൊടുക്കുമ്പോൾ ആളുടെ സൈഡ് പ്രൊജക്ട്സിൽ ഇതേപോലെ തന്നെ കൂടുതലായിട്ട് ആൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. എന്നാൽ അദ്ദേഹം അത്രത്തോളം എന്താ പറയുക, ടൈമും മണിയും കാര്യങ്ങളും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സൈഡ് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നപ്പോൾ എറ്റേണലിന്റെ നല്ലതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം നല്ലതിന് വേണ്ടിയിട്ടുമാണ് ആള് ആ ഒരു പൊസിഷനിൽ നിന്ന് ഇറങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ സൈഡ് പ്രൊജക്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിസ്സാര പരിപാടികളൊന്നും അല്ല കേട്ടോ. അതായത് ഒരു 10-20 വർഷം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആ കമ്പനികളൊക്കെ വേറെ റേഞ്ചിലോട്ട് എത്താം, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊളിയാനും സാധ്യതയുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ആളുടെ ഒരു $25 മില്യൺ ബെറ്റ് എന്ന് പറയുന്നത് ലൈഫ് സ്പാൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയുടെ പുറത്താണ്. കണ്ടിന്യൂ റിസർച്ച് എന്നാണ്ടോ ആ ഒരു കമ്പനിയുടെ പേര്. ഒരു വൈൽഡ് തിയറിയുടെ പിന്നാലെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗ്രാവിറ്റി ഏജിങ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു തിയറി. ഒരുപാടധികം ആളുകൾ അദ്ദേഹത്തിനെതിരെ ക്രിറ്റിസിസവും കാര്യങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഐഡിയക്കെതിരെ തന്നെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും ഭൂമി താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് ഗ്രാവിറ്റി. അപ്പോൾ നമ്മളുടെ ബ്രെയിനിലൊക്കെ ഉള്ള ബ്ലഡിനെയും കാര്യങ്ങളെയും കൂടി ഭൂമി താഴോട്ട് വലിക്കുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് ഏജ്ഡ് ആകുന്നത് എന്നുള്ളൊരു തരത്തിലുള്ളൊരു തിയറിയാണത്. അപ്പോൾ അതിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബെറ്റ് കിടക്കുന്നത്. നമ്മൾ പെട്ടെന്നുകൊണ്ട് തന്നെ ബയോളജിക്കലി ഏജ്ഡ് ആകാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത്തരത്തിലുള്ള ഒരു പുള്ളാണെന്നും അതിനെങ്ങനെ റിസോൾവ് ചെയ്യാന്നുള്ളതൊക്കെയാണ് ആ ഒരു ഏരിയയിൽ നടക്കുന്ന റിസർച്ച്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പൈസയും സമയവും കാര്യങ്ങളൊക്കെ ചെലവഴിക്കുന്ന ഒരു പരിപാടി. അതേപോലെ തന്നെ ഈ ഒരു റിസർച്ച് കംപ്ലീറ്റ് ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് കേട്ടോ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അത് ഭാവിയിൽ ബാക്കിയുള്ള ആളുകൾക്കും ഉപകാരപ്പെടുമെന്നുള്ളൊരു തരത്തിൽ തന്നെയാണ് അദ്ദേഹം കരുതുന്നത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സൈഡ് പ്രൊജക്റ്റ് ആയിട്ട് പറയുന്നത് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതായത് ബ്രെയിൻ മോണിറ്ററിംഗ് വെയറബിൾ ആണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ ഫോട്ടോസിൽ കണ്ടിട്ടുണ്ടാവും ഇവിടെ ചെറിയൊരു സാധനം വെച്ചേക്കുന്നത്. അതാണ് സംഭവം. ആ ഒരു ഡിവൈസ് നമ്മളുടെ സെറിബ്രൽ ബ്ലഡ് ഫ്ലോയും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യും. ഏകദേശം ഒരു $50 മില്യൺ ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം റേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിറ്റ്നസ് ബാൻഡ് തലച്ചോറിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അതാണ് ആ ഒരു ചെറിയൊരു സംഭവം. ഭാവിയിൽ അദ്ദേഹത്തിന്റെ തലയുടെ മുകളിൽ കണ്ട ആ ഒരു സാധനം ഒരുപാടധികം ആളുകൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്ന ആ ഒരു സമയം വിദൂരമല്ല. പ്രത്യേകിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതേപോലെ തന്നെ ഹെൽത്തും ടെക്കും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പരിപാടികൾക്കൊക്കെ ഭയങ്കര സാധ്യതകളാണ്. അപ്പോൾ ആ ഒരു സാധ്യതയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇതിനോടുള്ള ഒരു പാഷനുമാണ് ഇത്തരത്തിലുള്ള ഒരു കമ്പനിയെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ അടുത്ത സൈഡ് പ്രൊജക്ട്, അതായത് മൂന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് ലാറ്റ് എയറോസ്പേസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്.
ആ ഒരു കമ്പനിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഡിസ്റ്റൻസിൽ നിന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന എയർക്രാഫ്റ്റ്സ് ആണ് അവർ ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലത്തെ ടയർ 2 സിറ്റീസും ടയർ 3 സിറ്റീസും സ്കൈ വഴി കണക്ട് ചെയ്യാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് ഇതേപോലുള്ള സ്ഥലങ്ങളിലോട്ട് നമുക്ക് എളുപ്പത്തിൽ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ലാറ്റ് എയറോസ്പേസ് അവരുടെ ആദ്യത്തെ പ്രോട്ടോടൈപ്പും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ഏകദേശം $20 മില്യൺ അവർ ഈ ഒരു കമ്പനിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന ചെറിയ 3 കമ്പനികൾ. ഈ കമ്പനികളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അത്രയും ചെറിയ കമ്പനികളൊന്നുമല്ല, അത്യാവശ്യം വലിയ പ്രൊജക്ട്സ് തന്നെയാണ്. സൈഡ് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഫോക്കസ് വേണ്ടുന്ന ഏരിയാസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ തരത്തിലുള്ള ഈ കമ്പനീസ് ഒരു സൈഡിലൂടെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണം. അതിനോടൊപ്പം തന്നെ എറ്റേണൽ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഓൾറെഡി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണല്ലോ എറ്റേണൽ. അപ്പോൾ ആ ഒരു കമ്പനിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനോട് മറുപടി പറയണം, അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും സ്ട്രെസ്സും ടെൻഷനും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഈ ഏരിയയിൽ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക എറ്റേണലിൻ്റെ CEO പോസ്റ്റിൽ നിന്ന് രാജിവെക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ദിബീന്ദറിന്റെ ഈ 3 സൈഡ് പ്രൊജക്ട്സും ഏത് തരത്തിലോട്ടൊക്കെ എത്തുന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇനി നമുക്ക് അൽബീന്ദറിന്റെ കാര്യം നോക്കാം. യെസ്, എറ്റേണലിന്റെ പുതിയ CEO. ഈ ഒരു അൽബീന്ദറിന്റെ ദിബീന്ദറിന്റെ കാര്യം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. അതായത് ഇവർ രണ്ടുപേരും ബാച്ച്മേറ്റ്സ് ആണ്. യെസ്, IIT ഡൽഹിയിൽ ഇവർ ബാച്ച്മേറ്റ്സ് ആയിരുന്നു. പിന്നെ നോക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആദ്യം സൊമാറ്റോയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അൽബീന്ദർ സൊമാറ്റോ വിട്ട് പോയിട്ടാണ് ബ്ലിങ്കിറ്റ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി തുടങ്ങുന്നത്. അങ്ങനെ ബ്ലിങ്കിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക എസ്റ്റാബ്ലിഷ് ചെയ്തു, ഫ്ലറിഷ് ചെയ്തു. അങ്ങനെ $568 മില്യൺ 2022 ബ്ലിങ്കിറ്റിനെ സൊമാറ്റോ ഏറ്റെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ അൽബീന്ദറും ദിബീന്ദറും തമ്മിൽ ചെറിയ ക്ലാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അൽബീന്ദർ കമ്പനിനെ റൺ ചെയ്യുന്ന ഒരു രീതിയിലല്ല ദിബീന്ദർ കമ്പനിനെ റൺ ചെയ്യുന്നത്. അപ്പോൾ ബ്ലിങ്കിറ്റിന്റെ CEO പോസ്റ്റിൽ നിന്നും രാജിവെക്കാനായിട്ട് അൽബീന്ദറിന്റെ അടുത്ത് ദിബീന്ദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളുണ്ടായിരുന്നു. 2 തവണ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എറ്റേണലിന്റെ മെയിൻ സംഭവം തന്നെ ബ്ലിങ്കിറ്റ് ആണ്. FY 2022 കണക്ക് നോക്കുമ്പോൾ 2616 കോടിയായിരുന്നു ഇവരുടെ ഒരു റവന്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 1440 കോടി രൂപ ലോസിലൊക്കെ ആയിരുന്നു കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള കണക്ക് നോക്കുമ്പോൾ അത് ഒരുപാട് മാറിയിട്ടുണ്ട്. യെസ്, FY 2026 Q3 റവന്യൂ നോക്കുമ്പോൾ തന്നെ 12,256 കോടി രൂപയുടെ റവന്യൂ ആണ് ബ്ലിങ്കിറ്റ് മാത്രം ഉണ്ടാക്കിയേക്കുന്നത്. അതേപോലെ തന്നെ ഒരു കമ്പനി ഇപ്പോൾ പ്രോഫിറ്റബിൾ ആണെന്ന് പറയാവുന്ന ഒരു സിറ്റുവേഷനിലാണുള്ളത്. പോരാത്തതിന് എറ്റേണലിന്റെ റവന്യൂ ഷെയറിന്റെ മെജോറിറ്റിയും ബ്ലിങ്കിറ്റ് ത്രൂ ആണ് വരുന്നത്. യെസ്, അവരുടെ റവന്യൂവിന്റെ ഏകദേശം 75% ബ്ലിങ്കിറ്റ് വഴിയാണ് വരുന്നത്. അവരുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഫുഡ് ഡെലിവറി സർവീസ് ആയിട്ടുള്ള സൊമാറ്റോ ഇപ്പോൾ 16% അവരുടെ റവന്യൂവിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ ക്വിക്ക് കൊമേഴ്സ് മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50% ഷെയർ ഇപ്പോൾ ബ്ലിങ്കിറ്റിന്റെ കയ്യിലാണ്. അതേപോലെ തന്നെ അൽബീന്ദർ ആളുടെ കോമ്പറ്റീറ്റേഴ്സിനോട് പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബ്ലിങ്കിറ്റ് റൺ ചെയ്യുന്നത് പോലെ നിങ്ങൾ റൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിൾ ആവാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ ദിബീന്ദറിന് അൽബീന്ദറിന് നന്നായിട്ട് അറിയാം അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു കമ്പനി ഈ ഒരു രീതിയിലോട്ട് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അദ്ദേഹം അത്രയും പൊട്ടൻഷ്യൽ ഒരു മനുഷ്യനാണ്. അതേപോലെ തന്നെ വളരെ ടഫ് ആയിട്ടുള്ള ഒരു ഫൗണ്ടർ കൂടിയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ദിബീന്ദർ അൽബീന്ദറിനെ തന്റെ സക്സസർ ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. പിന്നെ കറക്റ്റ് ടൈമിലാണ്ടോ ഈ ഒരു ദിബീന്ദർ CEO പോസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽസും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം രാജിവെക്കുന്നത്. കമ്പനി നല്ല പ്രോഫിറ്റിലാണ്. സാധാരണഗതിയിൽ പെട്ടെന്നൊരു CEO ഒക്കെ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു CEO ഒക്കെ രാജിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ കമ്പനിയുടെ സ്റ്റോക്ക് ഇടിയേണ്ടതാണ്. എന്നാൽ ഈ ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 7% പിറ്റേ ദിവസം തന്നെ ഗ്രോത്ത് ഉണ്ടായെന്നാണ് പറയുന്നത്. പിന്നെ അൽബീന്ദറിന് ഇത് കറക്റ്റ് ടൈമാണ്. കഴിഞ്ഞ വർഷത്തിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു 200% ഗ്രോത്ത് ആണ് കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ 73% കൂടെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ക്യാഷ് റിസർവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17,820 കോടി രൂപയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ തന്നെ വേറെ സബ് ബ്രാൻഡ്സ് ആയിട്ടുള്ള ഹൈപ്പർ പ്യൂർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന 2 കമ്പനികളെയും കൂടെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എറ്റേണൽ വേറെ തന്നെ ഒരു റേഞ്ചിലോട്ട് പോകും. ഈ ഒരു ഹൈപ്പർ പ്യൂറിന്റെ CFO പറയുന്നതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1-2 വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു $1 ബില്യൺ റവന്യൂ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. സോ നമ്മൾ നോക്കുന്ന സമയത്ത് ദീപിന്ദറിന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനായിട്ട് ഇതിലും നല്ലൊരു സമയമില്ല എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അതായത് കമ്പനി അത്രയും പീക്കിൽ നിർത്തിയിട്ടാണ്, അതായത് അദ്ദേഹത്തിന്റെ ലൈഫിലെ വലിയൊരു ഭാഗവും ആ ഒരു കമ്പനിക്ക് വേണ്ടി ചെലവഴിച്ച് ആ ഒരു കമ്പനിനെ പ്രോഫിറ്റബിൾ ആക്കി കമ്പനി വേറെ റേഞ്ചിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഇതേപോലെ തന്നെ CEO പോസ്റ്റ് രാജിവെച്ച് കഴിഞ്ഞ് തന്റെ സൈഡ് പ്രൊജക്ട്സിന്റെ പിന്നാലെ
പോകുന്നത്. എന്തൊരു ലൈഫാണല്ലേ. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലത്തെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ടോപ്പ് CEOസിന്റെ ലിസ്റ്റിൽ എന്തായാലും ദീപേന്ദർ ഗോയലിന്റെ പേരുണ്ടാവും. അതിലെന്തായാലും യാതൊരു സംശയവും ഇല്ല. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ദീപേന്ദർ ഗോയൽ രാജിവെച്ചത് എറ്റേണലിൽ നിന്നും, അതേപോലെ തന്നെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ സൈഡ് പ്രൊജക്ട്സ്, എന്തൊക്കെ പരിപാടികളാണ് അദ്ദേഹം ഇതിന് ശേഷം നോക്കാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നൈസായിട്ട് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെയും നമുക്ക് നൈസായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.